അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലം മുതൽക്ക് ദിക്റല്ലേ. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ താമസിക്കുന്ന കാലം, അതേതാ കാലം? ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാൻ തുടങ്ങുന്നത് എന്നാ? അതേ തങ്ങൾ ജനിച്ച് 10 ദിവസങ്ങൾക്ക് ശേഷം 10 ദിവസങ്ങൾക്ക് ശേഷം മക്ക വിട്ട് ബനൂ സഅദ് ഗോത്രത്തിലേക്ക് പോവുകയാണ്. 9ാമത്തെ മാസമായപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്ഫുടമായി 4ാമത്തെ വയസ്സിൽ 5ാമത്തെ വയസ്സിൽ സംസാരിക്കും പോലെ അക്ഷരങ്ങൾക്ക് മാറ്റമില്ലാതെ മഖ്റജുകൾക്ക് തകരാറില്ലാതെ സംസാരിച്ചു തുടങ്ങി. ആർക്കും വ്യക്തമായി തിരിയുന്ന സംസാരം. ആ സമയത്ത് ഹലീമ റളിയല്ലാഹു അൻഹ പറയുന്നു, വകാന ലാ യമുസ്സു ശൈഅൻ ഇല്ലാ ഖാല ബിസ്മില്ലാഹ്. നമ്മൾ നമ്മളെ ബാപ്പമാരിൽ നിന്ന് കേട്ടിട്ട്, നമ്മളെ മക്കൾ നമ്മളിൽ നിന്ന് കേട്ടിട്ട് ഒരു ബിസ്മില്ലാഹി ചൊല്ലണമെങ്കിൽ വയസ്സ് 4ഓ 5ഓ ആകണ്ടേ. 1ാമത്തെ വയസ്സ് തികയുന്നതിന്റെ മുമ്പ് തന്നെ എന്തൊന്നെടുക്കാൻ പോയാലും തങ്ങൾ പറയുന്ന വാക്കാണ് ബിസ്മില്ലാഹ്. കാരണം ഭൂമിയിലേക്ക് പറന്ന് വീണ ഉടനെ തന്നെ ആദ്യമായി തങ്ങൾ ചൊല്ലിയത് അല്ലാഹുവിനെ സ്തുതിച്ചതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചത് കൊണ്ടാണ് മുഴുവൻ മലക്കുകളും തങ്ങൾക്ക് തസ്മീത്ത് ചൊല്ലി യർഹമുക്കല്ലാഹ് എന്നുള്ള ശബ്ദം കേട്ടത്. ആമിന ബീവി റളിയല്ലാഹു അൻഹ മാത്രമല്ല, ശിഫ ബീവി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഒരുപാട് മഹദിമാര്, ആമിന ബീവിയുടെ പരിചാരകരായി വന്ന മഹദിമാര് കേട്ടിട്ടുണ്ട്. അവരൊക്കെ യർഹമുക്കല്ലാഹ് എന്ന് കേൾക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് പറന്ന ഉടനെ അൽഹംദുലില്ലാഹ് തങ്ങളങ്ങോട്ട് കണ്ടപ്പോ നല്ല കുട്ടിയുടെ ബറക്കത്തൊക്കെ കേട്ടപ്പോ കുട്ടി എങ്ങനെ എടുത്തിട്ട് അബ്ദുൽ മുത്തലിബ് ആദ്യം പറഞ്ഞ വാക്കെന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി. അതല്ലേ ആദ്യം പറഞ്ഞത്? ഈ നല്ല കുട്ടിയെ എനിക്ക് തന്ന അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും. മോൾക്കൊരു കുട്ടി ഉണ്ടായിട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും? എന്താ കുട്ടി എന്ന് ചോദിക്കൂലേ? കുട്ടി ഉണ്ടായി, കുട്ടി ജനിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് പറയണം അൽഹംദുലില്ലാഹ്. നമ്മൾ എന്താ ചോദിക്കും? പെൺകുട്ടി. പെൺകുട്ടിയാ? ആ ശരി. അപ്പൊ ആദ്യത്തതോ? അതും പെണ്ണ, ഇതും പെണ്ണ. കഴിഞ്ഞു. അൽഹംദുലില്ലാ, സ്വലാത്തുല്ല, ദിക്റുല്ല. നമ്മൾ അന്വേഷണം കഴിച്ചു. കേട്ട പാടന്നെ പറയണം അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഒരു കുട്ടിയെയും കൂടി ഉമ്മത്തിൽ കാണാനുള്ള തൗഫീഖ് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. എത്ര വലിയ സന്തോഷമാണ്. അബ്ദുൽ മുത്തലിബ് കുട്ടിനെ അങ്ങോട്ട് കണ്ട പാടനെ അങ്ങനെ എടുത്ത് കയ്യിലേക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് അല്ലദീ അഅതാനി ഹദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി. ഈ നല്ല സന്തോഷവാനായ പരിശുദ്ധനായ ഈ കുട്ടിയെ തന്ന അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും സർവസ്തുതിയും. ആദ്യം അൽഹംദുലില്ലാഹ് എന്നല്ലേ ചൊല്ലിയത്? അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആദ്യത്തെ വാക്കു അതന്നല്ലേ? ആദം നബിയിൽ അല്ലാഹു തആല റൂഹിനെ നിക്ഷേപിച്ചപ്പോ ആദം നബി ഒന്ന് തുമ്മിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. കേട്ട മലക്കുകളൊക്കെ പറഞ്ഞു യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ അതേ വാചകം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽഹംദുലില്ലാഹ് എന്നുള്ള വാക്ക്. ആ ഹംദ് എത്ര അധികരിപ്പിക്കണമെന്ന് ആലോചിച്ചു. എത്ര തവണ ചൊല്ലണം? ഇന്ന് രാവിലെ നമ്മളൊക്കെ എണീറ്റില്ലേ, അസ്വസ്ഥതകളൊക്കെ മാറി ഹംദ് ചൊല്ലിയ ആൾക്കാരൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ വളരെ കുറവുണ്ടാകുള്ളൂ. നമ്മൾ എവിടുന്ന് എണീറ്റ് വരുന്നറിയോ? നല്ല ബെഡിൽ നിന്ന്. ആ ബെഡിന്റെ താഴെയുള്ള കട്ടിലിന് എത്ര വില എന്നറിയോ? ചുരുങ്ങിയത് ചെറിയ വില പറയാം 25,000. ചെറുതായിട്ട് പറയണത്, വലുതല്ല. വലുത് ഞാൻ അങ്ങോട്ട് കൂടും, 50,000 1.5 ലക്ഷം അങ്ങോട്ട് പോകും. ചെറുത് ഏറ്റവും സിമ്പിൾ പറയാം 25,000. അതിന്റെ മേലെയുള്ള മെത്ത, ആ മെത്തക്കുണ്ട് ഒരു 10-15,000. ചെറുതാണ്, വലിയ കണക്കല്ലേ. വലിയ കണക്കിനാകുമ്പോ 50 അപ്പുറം പോകും. ചെറുത്. ആ റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാത്തരം ചൂടൊന്നും ഏൽക്കാതെ നല്ല തണുത്ത കാറ്റോ കിട്ടി കുളിരൊക്കെ പെയ്ത് എണീറ്റ് വരാണ്. നമ്മൾ എണീറ്റ് വരുമ്പോ എന്താണ്? അൽഹംദുലില്ലാഹ്. അങ്ങനെ കുറെ ഒച്ച, കുറെ ശബ്ദകോശങ്ങള് ഉറക്കെ കേൾക്കുന്ന രൂപത്തിൽ പറയണം. ഈ തന്ന അനുഗ്രഹം ചെറുതല്ല. ക്ഷീണം മാറി, ആരോഗ്യം കിട്ടും പോലെ അള്ളാഹു തിരിച്ചു നൽകി. ഒരു ദിവസം കൂടി അള്ളാന്റെ ഭൂമിയിൽ ഇബാദത്തിനുള്ള തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ്.
നല്ല റാഹത്തോടെ പറയണം. അതുകൊണ്ടാണ് തുമ്മിയ സമയത്ത് തുമ്മുമ്പോൾ ഉള്ള ശബ്ദത്തിനേക്കാളും ഉറക്കെ പറയണം ഹംദ്. ഇപ്പൊ തിരിച്ചാണ്ടാകാം, തുമ്മണത് വലിയ ഒച്ചയില് ചിലപ്പോ അയൽമുട്ടത്തെ ആൾക്കാർക്ക് എണീറ്റിട്ടുണ്ടാവും. ചില ആൾക്കാർ തുമ്മിയാൽ പേരും തുമ്മലായിരിക്കും, പക്ഷെ ഹംദ് അയാൾ അപ്പുറത്തിരിക്കുന്ന ആൾ പോലും കേട്ടിട്ടുണ്ടാവില്ല. വേണ്ടതെങ്ങനെ? ഈ തുമ്മിയതിനേക്കാൾ ശബ്ദത്തിൽ വേണം ഹംദ്. ഒരു ഉറക്കം കൊണ്ട് തുമ്മിയാൽ അതിലും ഉറക്കെ പറയണം അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അപ്പൊ ആ വീട്ടിൽ കേൾക്കുന്ന ആൾക്കാർ മൊത്തം ചൊല്ലണം യർഹമുക്കല്ലാഹ്. അത് വലിയൊരു ബർക്കത്താണ്. അല്ലാഹു തആല നിങ്ങൾ ഈ ചൊല്ലിയ ഹംദിന് വലിയ ബർക്കത്ത് അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ, വലിയ അനുഗ്രഹം തരട്ടെ എന്നുള്ള ആ ദുആ സ്വീകരിക്കുന്ന ഒരു ദുആയാണ്. അള്ളാഹുവിനെ അനുഗ്രഹിച്ചിട്ട് ചൊല്ലുന്ന, നന്ദി ബോധത്തോടെ കൂടി ചൊല്ലുന്ന ദുആയാണ്. ദുആ അല്ലാഹു സ്വീകരിക്കും. ചെറുതല്ല, വലിയ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കും. അതുകൊണ്ട് ദിക്റിൽ നിന്ന് ഖൽബിനെ അകറ്റി നിർത്തരുത്. ദിക്ർ വേണം എല്ലാ സമയത്തും. ദിക്ർ ലാസിമാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സമാധാനത്തോടുകൂടെ ദിക്ർ ചൊല്ലണം. ദിക്റല്ലേ പരിഹാരം, സ്വലാത്തല്ലേ പരിഹാരം. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു ഉമ്മ പറഞ്ഞു, ഉസ്താദേ, എന്റെ മോള് കഴിഞ്ഞ ദിവസം വഫാത്തായി പോയി, മരണപ്പെട്ടു പോയി. നമ്മിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എന്റെ മോള് മരിച്ചുപോയി, എനിക്ക് എന്റെ മോളെ ഹാലെന്താണെന്ന് അറിയണം. വല്ലാത്തൊരു ചോദ്യമാണത്. മോള് ഖബറിൽ സന്തോഷത്തിലാണോ അല്ലേന്ന് എനിക്ക് അറിയണം. ആരോടാ പറയണത്? ഹസനുൽ ബസരി തങ്ങളോട്. ചെറിയ മഹാനല്ല, വലിയ മഹത്വമുള്ള മഹാനാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. എന്താ വലിയ മഹത്വം എന്നറിയോ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ താരാട്ട് പാടിയിട്ട് മടിയിലിരുത്തിയിട്ട് വളർത്തിയ കുട്ടിയാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. എന്തൊരു ബർക്കത്താണത്. ആ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ ഖിദ്മത്ത് ചെയ്യുന്ന പെണ്ണായിരുന്നു ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. അപ്പൊ ഈ കുട്ടി ഇടക്കിടക്ക് ആ വീട്ടിൽ കൊണ്ടുപോയി കിടത്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എടുത്ത് മടിയിൽ വെച്ച് അങ്ങനെ താലോലിക്കും. കുട്ടി കരയുമ്പോ ആ സ്പർശനങ്ങളൊക്കെ ഏറ്റ് വളർന്ന് വലുതായി വലിയ ഇൽമുള്ള മഹാനായി മാറിയ ഹസൻ ബസരി തങ്ങളോട്, എന്റെ മോള് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി, മോളുടെ അവസ്ഥയൊന്നും എനിക്കറിയണം എന്നൊരു ഉമ്മ വന്ന് പറഞ്ഞപ്പോ ഉമ്മാനോട് ഹസൻ ബസരി തങ്ങൾ പറയുന്നു, ഉമ്മാ, ഇന്നത്തെ ഇശാ നിസ്കാരത്തിന് ശേഷം നിങ്ങളൊരു 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. 2 വീതം നിസ്കരിച്ച് സലാം വീട്ടണം. ഫാത്തിഹയ്ക്ക് ശേഷം ഓരോ റക്അത്തിലും അൽഹാഖുമുത് തകാസുർ എന്ന സൂറത്ത് ഓതണം. നിസ്കാരത്തിന്റെ നിയ്യത്ത് നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള നിസ്കാരം എന്നാണ്. ഇനി ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം എന്ന് പറയും. നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ഒരു 4 റക്അത്ത് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരമാണ്. ഫാത്തിഹ ഓതിയിട്ട് ഓരോ റക്അത്തിലും അൽഹാഖുമുത് തകാസുർ ചൊല്ലണം. ശേഷം നിങ്ങൾ കടക്കാൻ പോകുന്ന സ്ഥലത്ത് ഉറക്കം വരുന്നത് വരെ സ്വലാത്ത് ധാരാളം ചൊല്ലണേ. സ്വലാത്ത് നിങ്ങളെ കണ്ണിൽ ഉറക്കം വരുന്നത് വരെ ചൊല്ലിക്കോളൂ. നിങ്ങളെ മകളെ നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരും. വീട്ടിൽ പോയി അന്ന് ഇശാഇന്റെ ശേഷം പറഞ്ഞ പോലെ 4 റക്അത്ത് നിസ്കരിച്ച് കണ്ണിൽ ഉറക്കം വരുന്നവരെ സ്വലാത്ത് അങ്ങനെ ചൊല്ലി കിടന്നു. സമയം വൈകുന്നതിന്റെ മുമ്പ് തന്നെ മകളെ കണ്ടു. വഹിയ ഫീ അശദ്ദിൽ അദാബ്, മകൾ കടുത്ത ശിക്ഷയിലാണ്. കാണണ്ടില്ലായിരുന്നു നായിപ്പോയി, ചോദിക്കണ്ടില്ലായിരുന്നു നായിപ്പോയി. മകൾ കടുത്ത ശിക്ഷയിലായിട്ടാണ് ഉമ്മ കണ്ടത്. ഉമ്മ സുബ്ഹാനല്ലാഹ് പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോഴേക്ക് ഹസനുൽ ബസരി തങ്ങളെ സവിധത്തിൽ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ മകളെ കണ്ടുപോയി. വഹിയ ഫിൽ അദാബ്, മകൾ ശിക്ഷയിലായിട്ടാണ് ഉസ്താദെ കണ്ടത്. രക്ഷപ്പെടുന്ന അവസ്ഥയിലല്ല കണ്ടത്, ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലാണ് മകളെ കണ്ടത്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ആ മകൾക്ക് വേണ്ടി സ്വതക്ക ചെയ്തോളൂ, ധാരാളം സ്വതക്ക ചെയ്തോളൂ. ആ സ്വതക്കന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഒന്ന് മോചനം നൽകിയാലോ നിങ്ങളെ മകൾക്ക് രക്ഷപ്പെടാമല്ലോ. ഉമ്മ അതും കേട്ട് തിരിച്ചുപോയി. അന്ന് രാത്രി ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അതാ ഈ പെണ്ണിനെ, നല്ല ഒരു സുമുഖിയായ സുന്ദരിയായ പെണ്ണിനെ, നല്ല ഒരു തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന രൂപത്തിൽ ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണ് ചോദിക്കുന്നു, ഹസൻ ബസരി തങ്ങളെ എന്നെ അറിയുമോ? നിന്നെ അറിയൂലല്ലോ, നീ ആരാണ്? ഇന്നലെ ഒരു ഉമ്മ നിങ്ങളടുത്ത് വന്നില്ലേ? വന്നിട്ട്
വന്നിട്ട് എന്റെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് നിസ്കാരവും സ്വലാത്തൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഉമ്മ തിരിച്ചുപോയില്ലേ, ആ ഉമ്മയുടെ മോളാണ് ഞാൻ. അല്ല, ഉമ്മ നിങ്ങളെ പറ്റി പറഞ്ഞ് നിങ്ങൾ ശിക്ഷയിലാണെന്നാണല്ലോ. ഇപ്പൊ നല്ല വസ്ത്രം ധരിച്ച് നല്ല പൂന്തോട്ടത്തിലൂടെ പഴങ്ങളൊക്കെ ഭക്ഷിച്ച് സന്തോഷത്തോടെ പോകുന്നതാണല്ലോ കണ്ടത്. എന്തു പറ്റി? ഉമ്മാന്റെ സ്വതക്ക നിങ്ങൾക്ക് ഫലിച്ചോ? ആ പെൺകുട്ടി പറഞ്ഞു, അല്ല, ഉമ്മാന്റെ സ്വതക്ക കൊണ്ട് മോചനം കിട്ടിയതല്ല. പിന്നെയോ ഒരു നല്ല മനുഷ്യൻ, ഒരു സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാള് ഈ ഖബറിന്റെ പരിസരത്തുകൂടെ പോകുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയ സ്വലാത്തിന്റെ പ്രതിഫലം ഖബറാളികളായ ഞങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്തു. ഞാൻ മാത്രമല്ല, ഇന്ന് മഖ്ബറയിലുള്ള എല്ലാ ഖബറാളികളും വലിയ സന്തോഷത്തിലാണ്. ഇതുവരെ അനുഭവിച്ച ശിക്ഷയിൽ നിന്ന് അല്ലാഹു ഞങ്ങൾക്ക് മോചനം നൽകി. ദിക്ർ അതിനൊരു മാർഗമാണ്. ദിക്റിൽപ്പെട്ടത് തന്നെയാണ് സ്വലാത്ത്, ദിക്റിൽപ്പെട്ടത് തന്നെയാണ് ഖുർആൻ. ദിക്റിലെ ഏറ്റവും വലിയ ദിക്റാണ് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. അതുകൊണ്ടാണല്ലോ ഖുർആൻ നമ്മൾ ഓതുന്നത് മരിച്ചവർക്ക് പേരിൽ അവർക്ക് വലിയ സലാമത്ത് ലഭിക്കാൻ, വലിയ സംരക്ഷണം ലഭിക്കാൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് ദിക്ർ എന്തിനും പരിഹാരമാണ്. ചൊല്ലിയ സ്വലാത്ത് കൊണ്ട് ആ ഖബർ വെളിച്ചമായി കിട്ടി, ശിക്ഷയിൽ നിന്ന് വലിയ മോചനം കിട്ടി. മനസ്സ് ദിക്റിൽ നിന്ന് അകന്നു പോകാതെ സൂക്ഷിക്കണം. ഓരോ സമയത്തുള്ള ദിക്ർ ചെല്ലുമ്പോ അല്ലാഹ് തന്ന റഹ്മത്തിന് നല്ല ഓർമ്മയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം.